നിങ്ങൾക്ക് ദാഹിക്കുമ്പോൾ അടുക്കളയിലെയോ വീട്ടുമുറ്റത്തെയോ പൈപ്പ് തുറന്നാൽ ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നവരാണോ? എങ്കിൽ നിങ്ങൾ ആലപ്പുഴയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളെക്കാൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. ഞങ്ങൾക്ക് കുടിവെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല. ഞങ്ങളിപ്പോൾ ഈ മഴയെ ആശ്രയിച്ച് മഴ പെയ്യുമ്പോൾ ആ വെള്ളം ഞങ്ങൾ പിടിച്ച് ശേഖരിച്ച് വെച്ചാണ്. ഈ വെള്ളം തന്നെയാണ് അടിച്ച് ടാങ്കുകളിൽ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് കുളിക്കാനും നനയ്ക്കാനും. ബാക്കി വെള്ളം വിലയ്ക്കും മേടിച്ചാൽ പോലും ഇവിടെ ഒന്നും കൊണ്ടുവരാൻ ഒരു മാർഗ്ഗമില്ല. കുടിവെള്ളമില്ല. എന്തിലെങ്കിലും ഞങ്ങൾക്ക് ഇച്ചിരി കുടിവെള്ളം ഞങ്ങൾക്ക് ഇക്കര വരുത്തണം. പൈസ വന്നാലും മതി ഞങ്ങൾക്ക് മതി. ഇത് കുട്ടനാട്ടിലെ നീലമ്പേരൂർ എന്ന ഗ്രാമപഞ്ചായത്ത്. കേരള ഗവൺമെന്റ് പഞ്ചായത്തുകൾക്കായുള്ള വെബ്സൈറ്റിൽ കഴിഞ്ഞ 11-ാം തീയതിയിലെ കണക്കനുസരിച്ച് നീലമ്പേരൂർ പഞ്ചായത്തിൽ 3260 കുടുംബങ്ങളും ഏകദേശ ജനസംഖ്യ 13,514 നമ്മളിപ്പോൾ നടന്നു ചെല്ലുന്നത് ഏകദേശം 14 കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്ന കുട്ടനാടൻ പാടശേഖരങ്ങളുടെ ബണ്ടുകളിൽ താമസിക്കുന്ന മനുഷ്യജീവിതങ്ങളിലേക്കാണ്. ഇവിടെ ഒരു 5-10 വീട്ടുകാരുണ്ട്. അവർക്ക് കുടിവെള്ളം പോലും കൊണ്ടുവരാൻ മാർഗ്ഗമില്ല. അളിഞ്ഞ് കിടക്കുന്ന വെള്ളമാണ് ഈ തോട്ടിൽ കിടക്കുന്നത്. മോട്ടർ അടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ഒഴുകിപ്പോകാൻ ഒരു മാർഗ്ഗമില്ലാത്ത ഗതിയാണ് ഈ പാടുകാർക്ക് മുകളിൽ. ഒരു വളമാട്ടെ ഒരു സാധനം പാടത്ത് കൊണ്ടുവരാൻ ചുമന്ന് കൊണ്ടുവരാമെന്ന് വെച്ചാൽ എഴുപതിൻ്റെ ബഹളമാണ്. ഈ ഏരിയ മുഴുവൻ അങ്ങോട്ട് മാറിയാലും ഇതുപോലെ തന്നെ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന വെള്ളം ഒഴുകിപ്പോകാനും ഈ വെള്ളം തന്നെയാണ് അടിച്ച് ടാങ്കുകളിൽ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് കുളിക്കാനും നനയ്ക്കാനും. ബാക്കി വെള്ളം വിലയ്ക്കും മേടിച്ചാൽ പോലും ഇവിടെ ഒന്നും കൊണ്ടുവരാൻ ഒരു മാർഗ്ഗമില്ല. 300 രൂപയാണ് വെള്ളത്തിന്. അത് എന്നാ ഫിൽട്ടർ ചെയ്താലും ഒരു മാർഗ്ഗമില്ല. വെള്ളം ഈ കടകൾ ചീഞ്ഞ് അളിഞ്ഞ് കിടക്കുന്ന ഒരു ഭാവമാണ് ഉണ്ടായിരിക്കുന്നത്. ഞങ്ങളിവിടെ ഒത്തിരി ദുരിതത്തിലാണ്. ഞങ്ങൾ ഈ നീലമ്പേരി പഞ്ചായത്തിൽ ഞങ്ങൾ 7-ാം വാർഡിൽ താമസിക്കുന്നവരാണ്. ഞങ്ങൾ കളക്ടറോട് പരാതി പറഞ്ഞു, പഞ്ചായത്തിൽ പരാതി പറഞ്ഞു. ഞങ്ങൾക്ക് കുടിവെള്ളമില്ല, ഞങ്ങൾക്ക് നടപ്പാതയില്ല. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ്. ഞങ്ങൾ ആശുപത്രിയിൽ പോയാൽ എടുത്തോണ്ട് വേണം. ഇപ്പൊ ഈ മഴ ഗർഭിണിയായിരുന്നേ, അവളെ ഇവിടുന്ന് എടുത്തോണ്ടാ പോയത്. ഇപ്പൊ ഈ മഴ പെയ്ത കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വെള്ളം ഇത്രയും തെളിഞ്ഞു കിടക്കുന്നത്. അല്ലെ ഞങ്ങൾക്ക് കുടിവെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല. ഞങ്ങളിപ്പോൾ ഈ മഴയെ ആശ്രയിച്ച് മഴ പെയ്യുമ്പോൾ ആ വെള്ളം ഞങ്ങൾ പിടിച്ച് ശേഖരിച്ച് വെച്ചാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ അതുപോലെ ഇതേ ഉള്ളൂ. ആ വീട്ടിൽ പോകണം. ആ വീട്ടിൽ പോയാണ് ഞങ്ങൾ വെള്ളം. ഞങ്ങളൊരു മഴ സംഭരണി ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഓരോ സ്ഥലങ്ങളിൽ മഴ സംഭരണിയുടെ ലക്ഷം വീട് ഭാഗത്തോട്ട് ചെല്ലണം. മഴ സംഭരണി ഉണ്ടാക്കി തല്ലി പൊട്ടിച്ചിട്ടിരിക്കുക. ഞങ്ങൾ അതിനും പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾ വേണം അതിനുള്ള പൈസയും തരാം, എത്രയാന്ന് വെച്ചാൽ ഞങ്ങൾ എന്നിട്ട് പോലും ഞങ്ങൾക്ക് അതിനും ഞങ്ങൾക്ക് ഒരു മാർഗം ഒരു പരിഹാരം അവർ കാണില്ല. പഞ്ചായത്തും ഇല്ല, ബ്ലോക്കിൽ നിന്നൊന്നുമില്ല. ഞങ്ങൾ ഈ 2 കൂട്ടിൽ ഞങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് ഞങ്ങളുടെ അവസ്ഥ എന്റേതാണ്. ഒരു റോഡ് വന്നത് അക്കരെ വഴിയാണ്. ഞങ്ങൾക്ക് അടുത്തൂടെ വരണ്ട, ഞങ്ങൾക്ക് അക്കരെ വഴിയാണ് വന്നിട്ട് ഞങ്ങൾക്ക് ഇച്ചിരി കുടിവെള്ളം ഞങ്ങൾക്ക് ഇക്കര വരുത്തണം. പൈസ വന്നാലും മതി ഞങ്ങൾക്ക്. വരണ്ടുണങ്ങിയ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഒരിറ്റ് കുടിവെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ജനങ്ങളെ ഓർത്ത് കണ്ണീർ പൊഴിക്കുന്ന മലയാളികൾ നമ്മുടെ ഈ തൊട്ടടുത്ത് 4 പാടും വെള്ളത്താൽ ചുറ്റപ്പെട്ട് ഒരിറ്റ് കുടിവെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ ജനങ്ങളെ കാണാതെ പോവുകയാണ്.